ദൈവത്തിന് സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചുകൊണ്ടിരുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നല്ലോ. എന്നാൽ ഇന്നത്തെ ചിന്തയ്ക്ക് നമ്മൾ കർത്താവിനോട് കൂടെ എടുക്കപ്പെട്ട വിശുദ്ധന്മാർ ഒരു കുടുംബമായി യേശുവിൻ്റെ ശരീരമായി സ്വർഗത്തിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ്. എല്ലാവർക്കും ഈ വിഷയങ്ങൾ ഒക്കെ അറിയാൻ വളരെ ആകാംക്ഷയുള്ളവരാണ്. നമ്മളൊക്കെ പലപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരും ചോദ്യങ്ങൾ ചോദിക്കുന്നവരുമാണ്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഒരു മെസ്സേജ് കേൾക്കുവാനിടയായി തീർന്നു. അത് ഡോക്ടർ ബില്ലി ഗ്രഹാമിൻ്റെ ഒരു മെസ്സേജാണ് യൂട്യൂബിനകത്ത്, ദ ട്രൂത്ത് അബൌട്ട് ഫാമിലി ഇൻ ഹെവൻ. അത് കേട്ടപ്പോൾ ഈ സത്യങ്ങളൊക്കെയും അതിനകത്ത് വ്യക്തമായിട്ട് അദ്ദേഹം വചനത്തിൻ്റെ വെളിച്ചത്തിൽ അത് വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തോട് ചേർന്നിരിക്കുന്നു, അതിനടുത്ത ഒരു മറുപടിയായിട്ട് ദൈവം അത് നൽകിയതാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും അത് ദൈവമക്കളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ആർക്കെങ്കിലും അത് നേരിട്ട് ഇംഗ്ലീഷിൽ അത് കേൾക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് യൂട്യൂബിനകത്ത് ദ ട്രൂത്ത് അബൌട്ട് ഫാമിലി ഇൻ ഹെവൻ, ഡോക്ടർ ബില്ലി ഗ്രഹാം, അത് നമുക്ക് കേൾക്കുകയും ചെയ്യാം. വചനത്തിൽ കൂടെ ഈ വിഷയങ്ങളെപ്പറ്റി എന്താണ് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് എന്ന് നമുക്ക് ശ്രദ്ധയോടെ കേൾക്കുകയും വചനഭാഗം വായിക്കുകയും ചെയ്യാം. ഇത് കേൾക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. അത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഇത് കേൾക്കുവാൻ തന്നെ നമ്മൾ സമയം വേർതിരിച്ച്, അല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്യുന്ന കൂട്ടത്തിലാകാതെ ഇതിൻ്റെ റെഫറൻസൊക്കെയും അതിന് ശേഷമാണെങ്കിലും അതെടുത്ത് വായിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്കത് വെളിപ്പെടുത്തി ലഭിക്കും. കാരണം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിനാണ് ശക്തിയുള്ളത്. ആ ശക്തി നമ്മളത് വായിക്കുകയും പരിശോധിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആത്മാവ് നമുക്കത് വെളിപ്പെടുത്തി തരും. എപ്പോഴും എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, നമ്മൾ സ്വർഗത്തിലെത്തിയാൽ നമ്മൾ അന്യോന്യം തിരിച്ചറിയുമോ? നമ്മൾ ചില മരണാനന്തര ശുശ്രൂഷകൾക്കൊക്കെ ഇങ്ങനെ വചനം കേട്ടിട്ടുണ്ട്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളൊക്കെയും വായിച്ചിട്ട് അതിനകത്ത് നമുക്ക് ആശ്വാസം തരുന്ന വാക്യങ്ങൾ പറയാറുണ്ട്. ഈ വ്യക്തിയെ നമുക്ക് വീണ്ടും കാണാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ക്രിസ്തു മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ അവരോടുകൂടെ ജീവനോടുള്ളവരെ നാം ശേഷിക്കപ്പെട്ട നാം ഒരുമിച്ചെടുക്കപ്പെടും. അങ്ങനെ ഈ വചനങ്ങൾ കൊണ്ട് നിങ്ങൾ അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. അങ്ങനെ ഒരു ആശ്വാസത്തിനായിട്ടാണല്ലോ അങ്ങനെ ശുശ്രൂഷിക്കുന്നത്. എന്നാൽ പലരുടെയും ഹൃദയത്തിൽ ആഴത്തിൽ ചില ചോദ്യങ്ങൾ ഉയരാറുണ്ട്. ഈ പ്രിയ വ്യക്തിയെ ഇനിയും കാണാൻ കഴിയുമോ? ഇത് സത്യമാണോ? കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമോ? പലർക്കും വ്യക്തമാകാത്ത പല ചോദ്യങ്ങൾ, പല ചിന്തകളാണിത്. നമ്മുടെ പ്രിയപ്പെട്ടവർ, മാതാപിതാക്കളാകട്ടെ, അല്ലെ കുഞ്ഞുങ്ങളാകട്ടെ, സഹോദരങ്ങളാകട്ടെ, നമുക്ക് വളരെ വേണ്ടപ്പെട്ടവർ വളരെ വേർപെട്ടു പോകുന്നത് വളരെയധികം ദുഃഖകരമായൊരു സംഭവമാണ്. നമുക്കവരെ വീണ്ടും കാണാൻ കഴിയുക എന്ന് കേൾക്കുന്നത് നമുക്ക് വലിയൊരു ആശ്വാസമാണ്. നമുക്കവരെ നഷ്ടമായതിന് വളരെ ദുഃഖമുണ്ട്, സഹിക്കാൻ പറ്റാത്ത ഒരു മനപ്രയാസം. എന്നാൽ പ്രിയമുള്ളവരെ, ഒരു നല്ല വർത്തമാനം ഈ വിഷയത്തെപ്പറ്റി ബൈബിൾ എന്ത് പറയുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. മനുഷ്യരുടെ ഇടയിൽ ഈ വിഷയത്തെപ്പറ്റി പല തെറ്റിദ്ധാരണകളാണുള്ളത്. കാരണം വേറൊരിടത്തു നിന്നും ഇതിനുള്ള മറുപടി ലഭിക്കുന്നില്ല. എന്നാൽ ഇതിനകത്ത് മറുപടി ഉണ്ട്. അത് നമ്മൾ വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവ് നമുക്കതിൻ്റെ സമയമാകുമ്പോൾ ദൈവാത്മാവ് നമുക്കത് വെളിപ്പെടുത്തി തരും. പല ചിന്തകളുണ്ട്. സിനിമകളിൽ കൂടെയൊക്കെയും ചില കെട്ടുകഥകളിൽ കൂടിയൊക്കെയും പല തെറ്റിദ്ധാരണകളാണ്. ചെറുപ്പം മുതലേ നമ്മളിതൊക്കെയും കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ പറയും, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മാലാഖയായിട്ടാണ് പോകുന്നത്. ചിലർ നമുക്ക് ഭൂമിയിലുള്ളത് പിന്നെ ഒന്നും അറിയാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ ആത്മാവ് പ്രപഞ്ചത്തിൽ ലയിച്ചു ചേരും. ഇങ്ങനെയൊക്കെയുള്ള ചില ചിന്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നീട് ചിലരൊക്കെയും യൂട്യൂബിനകത്തൊക്കെ നമ്മൾ വലിയ വാർത്തകളൊക്കെ കാണാറുണ്ട്. ചില മനുഷ്യർ മരിച്ചു പോയിട്ട്
അവർ കുറച്ച് സമയത്തേക്ക് മരണക്കിടക്കയിലായിരുന്നു. അവർ പെട്ടെന്ന് അവരുടെ ശ്വാസം നിന്നുപോയി. എന്നാൽ ആ അല്പസമയം കൊണ്ട് അവർ സ്വർഗ്ഗത്തിൽ ചെന്നു. അവർ അവിടെ കണ്ട കാഴ്ചകളെക്കുറിച്ചൊക്കെ എന്നാൽ അവർ തിരിച്ച് വീണ്ടും അവർക്ക് ജീവൻ പ്രാപിച്ച് അവർ തിരിച്ചു വരുന്നതായിട്ടും അവരവിടുത്തെ സംഭവങ്ങളൊക്കെയും കുറച്ചൊക്കെയും പറയുന്നതൊക്കെയും നമ്മൾ കേട്ടിട്ടുണ്ട്. അതും നമുക്കതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. എന്നാൽ എന്താണ് യഥാർത്ഥ സംഭവം എന്ന് മനസ്സിലാക്കാതെ ഇതൊക്കെ ഒരു ഊഹങ്ങളാണ്, ഊഹിക്കുകയാണ്. എന്നിട്ട് ഇതിന് ഒരടിസ്ഥാനവുമില്ലാത്ത കഥകൾ പരത്തുന്ന ഒരു സ്വഭാവമാണ് ഈ കഥകളിലൊക്കെ നമ്മൾ കാണുന്നത്. എന്നാൽ ബൈബിൾ അങ്ങനെയല്ല. വ്യക്തമായി ദൈവം തന്നെ തന്നിരിക്കുന്ന വെളിപ്പാടുകളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന സത്യം ബൈബിളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളത് മനസ്സിലാക്കുന്നത്, അത് ബൈബിളിൽ കൂടെ ഒന്ന് മനസ്സിലാക്കിയെടുക്കുന്നത് വളരെ നല്ല കാര്യമല്ലേ. നിത്യതയെപ്പറ്റിയുള്ള വിഷയങ്ങൾ ചിലപ്പോൾ ഇന്ന് വരെ നമ്മൾ മനസ്സിലാക്കിയിരുന്നതിനേക്കാൾ വളരെ ശ്രേഷ്ഠമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും ഈ ബൈബിൾ പഠിക്കുമ്പോൾ. ദൈവം ഈ വിഷയത്തെപ്പറ്റി എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മരണശേഷം സ്വർഗത്തിലെത്തിയാലുള്ള നമ്മുടെ അവസ്ഥ എങ്ങനെയായിരിക്കും. നമ്മുടെ എല്ലാവർക്കും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമോ എന്നുള്ളൊരു സംശയം ഉണ്ട് ചിലർക്കൊക്കെ. ഈ തരത്തിലുള്ള നമ്മുടെ സംശയങ്ങൾക്ക് മറുപടിയാണ്, പിന്നെ സംശയമുള്ളൊരു കാര്യമാണ്, നമ്മുടെ വേണ്ടപ്പെട്ടവർ മരിച്ചു പോയാൽ അവിടെ ഞാൻ കാണുമോ? ചിലരൊക്കെയും വേണ്ടപ്പെട്ടവർ മരിച്ചു പോയവരുടെ അവർക്ക് ഭയമാണ്. എൻ്റെ ഇന്നാരും മരിച്ചുപോയി, അവരോട് എത്തുമോ എന്നുള്ള ഭയത്തിലും സംസാരിക്കുന്ന ഒരു വ്യക്തിയെ കഴിഞ്ഞ ആഴ്ചയും ഞങ്ങളോട് സംസാരിക്കുകയുണ്ടായി. അവരുടെ മകൻ വലിയൊരു മദ്യപാനിയായിരുന്നു. മദ്യപിച്ച് ആണ് മരിച്ചു പോയത് തന്നെ. താൻ രക്ഷിക്കപ്പെട്ടോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ ആ മാതാവ് ആശ്വസിക്കുകയാണ്. അവസാന നിമിഷത്തിലും അവൻ്റെ ബോധം, അവന് സ്ട്രോക്ക് വന്ന സമയത്തും അവൻ്റെ ചെവിയിൽ താൻ പറഞ്ഞു, മോനെ യേശുവിനെ വിളിക്കുക എന്നൊക്കെയും പറഞ്ഞു എന്നാണ് സഹോദരി പറഞ്ഞത്. അപ്പോൾ ഈ ദൂത് കേട്ട് കഴിയുമ്പോൾ ഇതുവരെയുള്ള നമ്മുടെ തെറ്റായിട്ടുള്ള ഊഹങ്ങളൊക്കെ മാറി നമുക്ക് കൃത്യമായൊരു മറുപടി ഈ വിഷയത്തിൽ ലഭിക്കും. കാരണം എല്ലാം അറിയുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ കൂടിയുള്ള മറുപടിയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അത് കുറച്ച് വലിയ നീണ്ട ഒരു മെസ്സേജാണ്. അതുകൊണ്ട് എല്ലാം നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ സാധിക്കുകയില്ല. പല ഭാഗങ്ങളായിട്ട് നാം എത്രയും താമസിയാതെ തന്നെ അതിൻ്റെ തുടർച്ചയുള്ള ഭാഗങ്ങളും ചെയ്യണമെന്ന് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. അതിപ്പോൾ ഇന്ന് നമുക്ക് ഒന്നാമത്തെ സെക്ഷൻ ചിന്തിക്കാം. മരണശേഷം എന്ത് സംഭവിക്കുന്നു? മരണം നിശ്ചയമായി സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇന്നും മരണാനന്തരത്തെ പറ്റിയുള്ള അറിവ് പലർക്കും മറഞ്ഞു കിടക്കുന്നു. ഒരു വിശ്വാസിക്ക് മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് ചില അടിസ്ഥാനപരമായ തെളിവുകളില്ലാത്ത കെട്ടുകഥകൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. എന്തെന്നാൽ നമുക്ക് കൃത്യമായ, വ്യക്തമായ, സത്യമായ മറുപടി ബൈബിളിൽ കൂടെ ലഭിക്കുന്നുണ്ട്. നമ്മുടെ അവസാന ശ്വാസം എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു മരണ കിടക്കയിലായിരിക്കുന്ന ആളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കുക. അവസാനത്തെ ശ്വാസം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ശരീരം നിശ്ചലമാകുന്നു. നമ്മൾ സ്ഥിരമായ ഒരു ഉറക്കത്തിലേക്ക് ആണോ പോകുന്നത്? നമ്മുടെ വേണ്ടപ്പെട്ടവരുമായുള്ള ഒരു ബന്ധവുമില്ലാത്തൊരവസ്ഥ ആണോ പിന്നീട് സംഭവിക്കാൻ പോകുന്നത്? ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു, മനുഷ്യൻ വെറും ശരീരം മാത്രമല്ല, മനസ്സും ആത്മാവും ഉള്ളവനാണ്. സോൾ, ബോഡി ആൻഡ് സ്പിരിറ്റ്. നാം മരിക്കുമ്പോൾ നമ്മുടെ ശരീരം മണ്ണിലേക്ക് പോകുന്നു, എന്നാൽ നമ്മുടെ ആത്മാവ് തുടർന്നും ജീവിക്കുന്നു. അതിനായി സഭാപ്രസംഗി 12-ാം അധ്യായം 7-ാം വാക്യം നമുക്ക് വായിക്കാം. പൊടി പണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. ദൈവത്തിന് സ്തോത്രം. അത് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ശരീരത്തിന് എന്ത് സംഭവിക്കും, ആത്മാവിന് എന്ത് സംഭവിക്കും. വീണ്ടും യാക്കോബ് 2:26 കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചതാണ്. ആത്മാവില്ലാത്ത ശരീരം നിർജീവമാകുന്നു. ആത്മാവ് വിട്ടുപോകുമ്പോഴാണ് ശരീരം നിർജീവമാകുന്നത്. എന്നാൽ മരണം അവസാനമല്ല. എന്നാൽ ഒരു സ്റ്റേജിൽ നിന്നും ഈ മറ്റൊരു സ്റ്റേജിലേക്കുള്ള ഒരു പരിവർത്തനമാണ് ഈ മരണം, ഇന്ന് ഭൂമിയിൽ നടക്കുന്ന മരണത്തിൽ സംഭവിക്കുന്നത്. നമ്മുടെ ഭൗതിക ശരീരം താൽക്കാലികമായിട്ടുള്ളതാണ്.
എന്നാൽ ആത്മാവ് നിത്യതയിലേക്കുള്ളതാണ്. നമുക്കറിയാം, ദൈവവചനം പറയുന്നുണ്ട്, കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യം. അപ്പോൾ നമുക്കൊരു ചോദ്യം ഉണ്ടാകാം, മരണം സംഭവിച്ചാൽ ഉടൻ തന്നെ നമ്മളെങ്ങോട്ട് പോകും? അതിനെക്കുറിച്ചൊക്കെ വ്യത്യസ്തമായ പഠിപ്പിക്കലുകൾ പല സഭാവിഭാഗങ്ങളിലൊക്കെ ഉണ്ടല്ലോ. എന്നാൽ എല്ലാവരും ഉപയോഗിക്കുന്നത് ഈ ബൈബിൾ തന്നെയാണ്. അതിനെ സ്വന്തം ഇഷ്ടപ്രകാരം അവരുടെ ന്യായങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അതിനെ വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനം ചെയ്യുന്ന പതിവുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ലൂക്കോസ് 16-ാം അധ്യായത്തിൽ 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അത് മുഴുവൻ വായിക്കുന്നില്ല, എല്ലാവർക്കും അറിയാം ധനവാൻ്റെയും ലാസറിൻ്റെയും കഥ. ധനവാനായൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്ന പേരുള്ളൊരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. അതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും അവൻ്റെ മരണത്തെക്കുറിച്ച് വായിക്കാം. ധനവാൻ്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്നവൻ്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. അപ്പോൾ ആ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. വീണ്ടും നിങ്ങൾ തനിയെ മുഴുവൻ ഭാഗം 31 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ മതി. ഇവിടെ ഒരു നീതിമാന്മാർക്കും നീതിവെട്ടവർക്കും വ്യത്യസ്ത സ്ഥലങ്ങൾ ഉണ്ടെന്നുള്ളത് ഈ കഥയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇവിടെ നീതിമാൻ ചെല്ലുന്നത് സമാധാനമുള്ള ഇടത്തേക്കാണ്, അതായത് അബ്രഹാമിൻ്റെ മടിയിൽ. നീതികെട്ടവൻ യാതനാസ്ഥലത്തേക്കാണ് ചെല്ലുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഈ കഥയിലെ 3 കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. 1, നമ്മൾ മരണശേഷവും ബോധമുള്ളവരാണ്. 2, നമുക്ക് ഭൂമിയെക്കുറിച്ചുള്ള ബോധവും ഓർമ്മയുമുണ്ട്. 3, ഒരു ഇമ്മീഡിയറ്റ് സെപ്പറേഷനുണ്ട്. പെട്ടെന്നുള്ള ഒരു വേർതിരിവ് അവിടെ ഉണ്ടാകുന്നുണ്ട് നീതിമാനും നീതികെട്ടവർക്കും. നീതിമാൻ സമാധാനത്തിലേക്കും നീതികെട്ടവൻ യാതനാസ്ഥലത്തേക്കും ഉടൻ തന്നെ എത്തിച്ചേരുന്നു. അല്ലാതെ അതിനുവേണ്ടി മരിച്ചവരുടെ ആത്മാക്കളെല്ലാം ഒരു സ്ഥലത്ത് തന്നെ കൂടിയിരുന്നിട്ട് പിന്നീട് അവരെ തരംതിരിക്കുന്ന പരിപാടിയല്ല ഇന്ന് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസികൾക്ക് ദൈവം വളരെ മനോഹരമായ വാഗ്ദാനം നൽകുന്നത് നമുക്ക് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 8 നമ്മൾ കാണുന്നുണ്ട്. അതിങ്ങനെയാണ്: ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നതാണ്, ശരീരം വിട്ടാൽ പിന്നീട് ആത്മാവാണ് കർത്താവിനോടുകൂടെ വസിക്കാൻ അധികം ഇഷ്ടപ്പെടുന്നു. ശരീരത്തിൽ വസിക്കുന്നതിനേക്കാൾ അപ്പോസ്തലൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിക്കുന്നതാണ്. അപ്പോൾ ഒരു വിശ്വാസി മരിച്ചാൽ അതേ നിമിഷം തന്നെ താൻ കർത്താവായ യേശുവിൻ്റെ സാന്നിധ്യത്തിലെത്തുന്നു. അതായത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയോ ആത്മാവ് ഉറക്കത്തിലാകുകയോ ഒന്നുമല്ല സംഭവിക്കുന്നത്. ഇവിടെ നമ്മളൊരു ചിന്തിച്ച് നോക്കുക, ഒരു രോഗി മരണാസന്നനായി കിടക്കുന്ന രോഗിയുടെ അവസാന ശ്വാസം എടുത്തു കഴിഞ്ഞ് പിന്നെ ആ രോഗി അടുത്ത ശ്വാസം എടുക്കുന്നത് സ്വർഗത്തിലാണ്. ആദ്യ ശ്വാസം സ്വർഗത്തിൽ എടുക്കുകയാണ് അടുത്ത സ്റ്റെപ്പ്. ഇതിനിടയിൽ വലിയ കാലതാമസമൊന്നുമില്ല, അത് പെട്ടെന്ന് തന്നെ സംഭവിക്കുന്ന കാര്യമാണ്. എന്നാൽ അവിശ്വാസികളുടെ ആത്മാവ് ദൈവത്തിൽ നിന്നും വേർപെട്ട്, എന്നേക്കുമായി ദൈവത്തിൽ നിന്നും വേർപെട്ട് ന്യായവിധിക്കായിട്ട് കാത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഒരുവൻ മരിച്ചതിന് ശേഷം അവന് രക്ഷയ്ക്കുള്ള യാതൊരു മാർഗവും ദൈവവചനം പറയുന്നില്ല. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ താൻ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും അതിനൊത്തവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ, ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു ദൈവവചനം പറയുന്നുണ്ട്. അപ്പോൾ ആ വിശ്വാസിയുടെ ആത്മാവ് ദൈവത്തിൽ നിന്നും ഉള്ള നിത്യനാശം, നിത്യമായ വേർപാട് സംഭവിക്കുകയാണ്. പിന്നീട് മടക്കി കൊണ്ടുവരുവാനുള്ള യാതൊരു വഴിയും പറയുന്നില്ല ബൈബിളിൽ. വീണ്ടും നമുക്ക് വെളിപ്പാട് 20-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 12 മുതൽ 15 വരെ. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. പാതാളവും മരണവും
മരണവും പാതാളവും തങ്ങളുടെ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തികൾക്ക് അടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക, രണ്ടാമത്തെ മരണം, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവിശ്വാസിയുടെ ആത്മാവ് ഇവിടെ ഇങ്ങനെ എന്താണ് വിവരിക്കുന്നത്? മരിച്ചവർ ആബാലവൃദ്ധം എന്ന് പറഞ്ഞാൽ അത് രണ്ടാമതൊരു, ആദ്യത്തെ കർത്താവിൻ്റെ വരവെങ്കിലുള്ള യേശുക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷതയിലുള്ള ഉയർപ്പല്ല, രണ്ടാമതൊരു ഉയർപ്പുണ്ട്. അന്ന് ആബാലവൃദ്ധം ജനങ്ങൾ, ആദ്യം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ മുതൽ എല്ലാവരും, ഭാവികളായ സകല മനുഷ്യരും അന്ന് ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ അതൊരു ന്യായവിധിക്ക് വേണ്ടിയിട്ടാണ്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്ന് നമ്മൾ വായിച്ചല്ലോ. ഒരു വളരെ ഭയപ്പെടുത്തുന്ന ഒരു വിവരണമാണിവിടെ, തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുമെന്ന് പറയുന്നത്. എന്നാൽ ഇതൊക്കെ നമുക്ക് മുന്നറിയിപ്പായിട്ട് നമ്മൾക്ക് ഇപ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ രക്ഷിക്കപ്പെടുക എന്നുള്ളത് വളരെ അർജൻസിയുള്ള ഒരു കാര്യമാണ്. അത് ചെയ്യേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ നമ്മളത് മറ്റുള്ളവരെ അറിയിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ് രക്ഷിക്കപ്പെടുക എന്നുള്ളത്. മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് വളരെ അർജൻറ്റായിട്ട് തന്നെ നീട്ടിവെക്കുവാനുള്ള കാര്യമല്ല രക്ഷയുടെ സന്ദേശം അറിയിക്കുക എന്നുള്ളത്. അതായത് നിത്യത, ഇറ്റേണിറ്റി ഒരു വാസ്തവമായ കാര്യമാണ്. അതിന് സംശയമൊന്നുമില്ല. ബൈബിൾ അത് വ്യക്തമായി നമ്മളെ അങ്ങനെ പഠിപ്പിക്കുന്നു. അവിടെ 2 സ്ഥലങ്ങളേ ഉള്ളൂ, സ്വർഗം അല്ലെ നിത്യജീവൻ, അതല്ലേ നിത്യ യാതനാസ്ഥലം. ഇത് 2 കാര്യങ്ങളേ ഉള്ളൂ. ഒരു നാൾ കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരും. അപ്പോൾ നമ്മുടെ ഭൗതിക ശരീരം, ക്രിസ്തുവിൽ മരിച്ചവരുടെ ഭൗതിക ശരീരം ഉയർത്തെഴുന്നേൽക്കും. അത് രൂപാന്തരം പ്രാപിക്കും. മഹത്വീകരിക്കപ്പെട്ട നിത്യജീവനിൽ ശരീരമായിട്ട് ജീവിപ്പാൻ തക്കവണ്ണമുള്ള ശരീരമായിട്ട് അത് രൂപാന്തരപ്പെടും. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 52-53 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 15-ൻ്റെ 52-53. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കണം. ഇവിടെ നമുക്ക് വ്യക്തമാണല്ലോ കർത്താവിൻ്റെ വരവെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്. കണ്ണിമയ്ക്കുന്നതിനിടയിൽ എല്ലാവരും രൂപാന്തരപ്പെടും. മരിച്ചവർ കാഹളം ധ്വനിക്കുമ്പോൾ മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത്, നമുക്ക് ദ്രവിച്ചു പോകുന്ന ഈ ശരീരം ദ്രവത്വം കാണാത്ത ഒരു പുതിയ ശരീരത്തിൽ ആക്കി ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തും. അപ്പോൾ ആ നിമിഷത്തിൽ നമ്മുടെ ശരീരവും ആത്മാവും വീണ്ടും ഒന്നുചേരുകയാണ് ചെയ്യുന്നത്. അത് പുതിയ ആകാശവും പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് കേട്ടോ. പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകുമ്പോൾ അവിടെ നമ്മൾ എന്നേക്കും ജീവിക്കും. നമ്മുടെ കുഞ്ഞാട് ആയ പ്രിയൻ്റെ കൂടെ എപ്പോഴും നാം അവനോടുകൂടെ തന്നെ ആയിരിക്കും. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ, അതായത് പെട്ടെന്ന് ഒന്നുകിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ എത്തിച്ചേരും എന്ന് ഈ വചനങ്ങളിൽ കൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിന് പിന്നെ കാലതാമസമൊന്നുമില്ല. പല തെറ്റായ വ്യാഖ്യാനങ്ങൾ അടുത്ത കാലങ്ങളിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മരിച്ച് കടന്നു കഴിയുമ്പോൾ അവരുടെ ആത്മാവ് വിട്ടുപോയിട്ടില്ല, അവർക്ക് വേണ്ടി നമ്മൾ പല ചെയ്യുന്ന കർമ്മങ്ങൾ അവരെ നിത്യത്തിൽ എത്തിച്ചേർക്കുമെന്ന്. എന്നാൽ ദൈവം വചനം വ്യക്തമായിട്ട് പറയുകയാണ്, മരണത്തിന് ശേഷം മറ്റ് എന്തെങ്കിലും പ്രാർത്ഥനകളോ കർമ്മങ്ങളോ ഒരുവനെ ഒരിക്കലും നിത്യജീവൻ ലഭിക്കുവാനിടയായിത്തീരുകയില്ല. അവർ ചെല്ലേണ്ട സ്ഥാനത്ത് ആ മരണത്തിന് ശേഷം അപ്പോൾ തന്നെ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് എന്നുള്ളതായ ആ സത്യം ദൈവവചനത്തിനകത്ത്, അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള സത്യം, യാമായ വ്യാഖ്യാനം. അതല്ലാതെ ഓരോരുത്തർ അവരവരുടെ വിശ്വാസത്തെ വിട്ടുകളയാതിരിപ്പാൻ അതിനെ അതിലൊരു മാറ്റം വരുത്താൻ ഇഷ്ടപ്പെടുന്നില്ല. ചെറിയ പ്രായം മുതലേ കേട്ടതും വിശ്വസിച്ചതുമായ കാര്യങ്ങൾ അതങ്ങനെ തന്നെ തുടർന്നു കൊണ്ടുപോകാൻ അവരാഗ്രഹിക്കുന്നു. അതിനായി ദൈവവചനത്തെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ദുർവ്യാഖ്യാനങ്ങൾ പറയുന്നത്. എന്നാൽ അവിടെ ഇവിടെയുമുള്ള ഏതെങ്കിലും ദൈവവചനങ്ങളല്ല, ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ എല്ലാം നമ്മൾ പരിശോധിച്ച് നോക്കണം. അപ്പോൾ ഇതാണ് വാസ്തവമായി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. എന്നാൽ കാര്യങ്ങൾ അത് വടം കൊണ്ടും തീരുന്നില്ല. ദൈവത്തിൻ്റെ പദ്ധതിയുടെ ആത്യന്തിക ഫുൾഫിൽമെൻറ്റ് ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ.
അതുകൊണ്ട് ഇനി ബാക്കിയുള്ള സംശയങ്ങളും അതിനെക്കുറിച്ച് ബൈബിൾ എന്ത് പറയുന്നു എന്നുള്ള കാര്യങ്ങളും നമുക്കിനിയുള്ള അടുത്ത ക്ലാസ്സുകളിൽ ചിന്തിക്കാൻ ഇടയായിത്തീരട്ടെ. ഈ വചനങ്ങൾ നമുക്ക് ഓരോരുത്തരും വായിക്കുകയും ഈ സത്യങ്ങളെ ഗ്രഹിക്കുകയും ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളതിനു വേണ്ടി കാത്തിരിക്കുവാൻ, നമുക്ക് ഈ രക്ഷയുടെ സന്ദേശം മറ്റുള്ളവരെ അറിയിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവത്തിന് സ്തോത്രം.